വഴിയോരങ്ങളിലെ മിണ്ടാപ്രാണികളുടെ വിശപ്പടക്കിക്കൊണ്ട് ശ്രദ്ധേയനാവുകയാണ് കോഴിക്കോട് അമ്പിലോളി സ്വദേശി മുസ്തഫ എന്ന മുസ്തു. മനുഷ്യർക്ക് വിശക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നത് പോലെ പക്ഷിമൃഗാദികൾ തങ്ങളുടെ വിശപ്പിന്റെ കാര്യം ആരോട് പറയും എന്ന ചിന്തയാണ് മുസ്തഫയെ ഈ കാരുണ്യത്തിന്റെ വഴിയിലേക്കെത്തിച്ചത്. നീണ്ട 32 വർഷമായി കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിൽ നിന്നും മീനുകളുമായി ഉൾനാടുകളിലെ ഇടവഴികളിലൂടെ മീൻ വിൽപ്പന നടത്തുന്ന മുസ്തഫ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ്. മുസ്തഫനെ പറ്റി പറയുകയാണെങ്കിൽ, മുസ്തഫ നമ്മളെ ഇവിടെ നെയ്ത്തുകുളം മുതൽ ഈ മടത്തിൽമുക്ക് വഴിപോക്ക് അതുവരെയുള്ള ഈ പൂച്ചകളും നായകളും അങ്ങനെ വേണ്ട നാൽക്കാലികൾക്ക് വേണ്ട എല്ലാ ഈ മീനുകൾ ഇവരെ വരുന്നവരെ കാത്തിരിക്കുക. മുസ്തഫൻ്റെ ഒരു കൂക്കുവിളി കേട്ടിക്കാണെങ്കിൽ എല്ലാ വീട്ടിൽ നിന്നും ഇങ്ങനെ ഓടി വരിക. കാരണം എന്താ പറഞ്ഞാൽ മുസ്തഫ വന്ന എല്ലാ പൂച്ചക്കും അതിന് പ്രത്യേകമായിട്ട് 2-3 കവറുകളിലായിട്ടാണ് മുസ്തഫ ഇതിന് തയ്യാറായിട്ട് വരുന്നത്. വളരെ നല്ലൊരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പട്ടിയുണ്ട് ഇവിടെ. ഈ പട്ടി നമ്മളെ നെയ്ത്തുകുളം മുതൽ മുസ്തഫ ഏതുവരെ പോകുന്നോ അതുവരെ പോകും. മടത്തലമുക്ക് വരെ പോയിട്ട് തിരിച്ച് ഇവിടെ തന്നെ വരും. അപ്പോൾ ഇത് കാത്തിരിക്കുന്നുണ്ട്. മുസ്തഫ ഒരു ദിവസം വന്നിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഇവരൊക്കെ കാര്യം വളരെ അപകടകരമാണ്. മീനുമായി വരുന്ന ഇദ്ദേഹത്തിന്റെ കൂക്കുവിളി മനുഷ്യരെക്കാളും പ്രതീക്ഷ നൽകുന്നത് ഈ വഴിയോരങ്ങളിൽ കാത്തുനിൽക്കുന്ന പൂച്ചകൾക്കും പട്ടികൾക്കും പക്ഷികൾക്കുമാണ്. നേരം പുലരുമ്പോൾ മാർക്കറ്റിലെത്തുന്ന മുസ്തഫയ്ക്ക് സഹപ്രവർത്തകർ മീൻ തലകളും മറ്റും കരുതി വെക്കൽ പതിവാണ്. ഇത് മീൻപെട്ടിക്ക് തൊട്ടടുത്തുള്ള പാത്രത്തിൽ വെച്ച് നാടുനീളെ കൂക്കി വിളിക്കുന്ന മുസ്തഫയെക്കുറിച്ച് സുഹൃത്തുക്കൾക്ക് ഏറെ പറയാനുണ്ട്. പിന്നെ മുസ്തുക്ക തന്നെ ഇവിടെ എല്ലാവരും അങ്ങനെ നിൽക്കണ മനുഷ്യനാണ്. ഞാനെടുത്തില്ലെങ്കിലും മുസ്തുക്ക ഇത് കറക്റ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് കൃത്യസമയത്ത് പൂച്ചക്കുള്ളത് അവിടെ എത്തിക്കും. നാട്ടുകാർക്ക് മീൻ കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, പൂച്ചക്കുള്ള മീൻ ദിവസം മുസ്തുക്ക കൊണ്ടുപോകും. മുസ്തുക്കനും കാത്ത് ഒരുപാട് പൂച്ചയുടെ കാത്തിക്കണം, 1-2 ഒന്നല്ല, ഒരുപാട് ദിവസം കൂടുന്നവർ ഇങ്ങനെ കൂടി വരും. ഇപ്പോൾ എന്തായാലും ഒരു 250-300 പൂച്ചൻ്റെ അധികം മുസ്തുക്ക കൊടുക്കുന്നുണ്ട്. പൂച്ചല്ല, നായുണ്ട്, അതുപോലെ തന്നെ പക്ഷികളുണ്ട്. അപ്പോൾ മുസ്തുക്ക കച്ചവടം ചെയ്യുമ്പോൾ എടുത്തു തന്നെ എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ മുസ്തുക്ക കൊടുക്കും. നമ്മൾ കുറച്ച് കാലമായി മുസ്തുക്കനായിട്ട് പരിചയപ്പെട്ടിട്ട് മൂപ്പര് ആവശ്യപ്പെട്ട അനുസരിച്ച് അയലത്തെല്ലാം അവിടെ മാറ്റി വെക്കും പൂച്ചക്ക് കൊടുക്കാൻ. മൂപ്പര് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യണ നല്ലൊരു കർമ്മമാണ്. പൂച്ചക്കും മറ്റുള്ള മൃഗങ്ങൾക്കൊക്കെ കൊടുക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിനുവേണ്ടി മാറ്റി വെക്കണതാണ് അയലത്ത്. നാളെ അള്ളാൻ്റെ ഒക്കെ ഒരു കൂലിയിടുന്ന കാര്യമായതുകൊണ്ടാണ് ഇത് മാറ്റി വെക്കുന്നത്. അതെന്തില്ല, നാളെ കിട്ടുന്നുള്ള പ്രതീക്ഷിക്കുന്നുണ്ട്. അള്ളാഹു തരട്ടെ, കൊണ്ടോണം ഓനക്കും എടുത്തേക്കണ എനിക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പട്ടിണിയും കഷ്ടപ്പാടും പിടിമുറുക്കിയ കാലത്ത് തീരെ വിശപ്പ് സഹിക്കാൻ പറ്റാത്തൊരു കാലത്ത് പടച്ചോനെ അനുഗ്രഹിച്ച് നൽകിയൊരു പണിയാണ് മീൻ കച്ചവടം. 32 വർഷത്തിലധികം ഞാൻ ഈ കച്ചവടം ചെയ്യുന്നു. അതുപോലെ അതിൽ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അതിലുപരി ഒരുപാട് മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഈ ഒരു കച്ചവടം കൊണ്ട് എനിക്ക് പറ്റുന്നുണ്ട്. അതിവിടെ മാർക്കറ്റിൽ മീൻ മുറിക്കുന്ന ഒരു മുറിക്കാരെല്ലാവരും അതിൻ്റെ തലയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതിൻ്റെ പുറമെ ഒരു 3-4 ആൾക്കാർ എന്തായാലും എനിക്ക് വേണ്ടി പ്രത്യേകം അവിടെ തല മാറ്റി വെക്കും. സൈക്കിളിൻ്റെ മുകളിൽ തുടങ്ങിയ മീൻ കച്ചവടമാണ്. ഒരുപാട് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട കാലത്ത് പടച്ചോനെ അനുഗ്രഹിച്ച് തന്നൊരു പണിയാണ് മീൻ കച്ചവടം. അതിലൂടെ കുറേ മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കാനും മറ്റൊക്കെ ഇപ്പോൾ കഴിയുന്നുണ്ട്. അതിലെനിക്ക് ഭക്ഷണം കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിൽ നിന്നാണ് മീൻ എടുക്കൽ. അതിന് ഭക്ഷണത്തിന് ഉള്ള സാധനം തരുന്ന കുറച്ച് മീൻ മുറിക്കുന്ന ആളുകളുണ്ട് അവിടെ. എല്ലാ മീൻ മുറിക്കാരും തരും, എങ്കിലും കൂടിയിട്ട് മാർക്കറ്റിലെ ജംഷി, കോയമോൻക,
അസീസ് അളിയൻ അരീക്കാട്ടുള്ള, അതുപോലെ നല്ലോടത്തുള്ള മുസ്തക്ക, ഇവരൊക്കെ പ്രത്യേകമായിട്ട് എടുത്തു വെച്ചിട്ട് എനിക്കുള്ള മീനും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ഞാൻ രാവിലെ ചെല്ലുമ്പോഴേക്ക് പോലും എനിക്ക് പൂച്ച കൊടുക്കാനുള്ള സാധനങ്ങൾ അവിടെ സെറ്റാക്കി വെക്കും. ഒരുപാട് പ്രയാസങ്ങളിലും അപകടം എന്നൊക്കെ ഈ ഒരു പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ട് പടച്ചവനെ തട്ടി തിരിച്ചു തന്നിന് എത്രയോ അനുഭവങ്ങൾ ഉണ്ടാനും. അങ്ങനെ ആ ലെവലിലാണ് പോകുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു ഇത് പറയാനുള്ളത് എന്താ പറഞ്ഞാൽ എൻ്റെ മീനിൻ്റെ റൂട്ടിലെ കസ്റ്റമർ, പിന്നെ മടത്തലമുക്ക്, നെയ്ത്തുകുളങ്ങര, പാലാ ഭാഗത്തുള്ള കസ്റ്റമർ 32 വർഷത്തിലധികമായി. അവർക്ക് തന്നെ 100% വിശ്വാസമാണ്. ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ടാണ് ഞാനിപ്പോൾ കച്ചവടം ചെയ്യുന്നതും. അപ്പം ആ കസ്റ്റമർ ഉള്ളതുകൊണ്ടാണ് എൻ്റെ കച്ചവടം എപ്പോഴും മുന്നോട്ട് പോകുന്നത്. ശബരിമല സമയത്ത് ഞാൻ പോവാറില്ല, അത് കഴിഞ്ഞാൽ വീണ്ടും പോവും. പക്ഷേ ആ കസ്റ്റമർ എന്നോട് തന്നെ മീൻ വാങ്ങുള്ളൂ. അത് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. എനിക്ക് ഏറ്റവും വലിയ സമ്പാദ്യം എൻ്റെ കസ്റ്റമറാണ്. അപ്പോൾ ഒന്നുമില്ലാത്ത കാലത്ത് സൈക്കിളിന് മുകളിൽ തുടങ്ങി ഇപ്പോൾ ദാ വീടൊക്കെ വെച്ച് എല്ലാം വളരെ വളരെ സന്തോഷത്തിലാണ്. മുമ്പ് ഒരുപാട് പട്ടിണിയായിരുന്നു, ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ കച്ചവടത്തിൽ കൂടെ കണ്ടെത്തുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം മിണ്ടാപ്രാണിക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മാത്രം തന്നെയാണ്. ഞാൻ മീനിൻ്റെ റൂട്ടിലെത്തി ഫസ്റ്റ് തന്നെ കൂക്കിളിക്കുമ്പോൾ എൻ്റെ ഏറ്റവും ഒരു സുഹൃത്ത് തന്നെ വരാം, അങ്ങനത്തെ ഒരു പട്ടി വരാമെന്നുണ്ട്. ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു 40 ദിവസം എന്നെ കാണാത്ത സമയത്ത് അത് കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ എന്തൊക്കെയോ സംസാരിച്ച് മേലെ കയറാൻ വരെ ശ്രമിക്കുക. ഞാൻ കയ്യിനും അടുപ്പിക്കാതെ നിൽക്കലാണ്, എന്നാലും ഭയങ്കര സ്നേഹമാണ് അവൾക്ക്. അതുപോലെ എൻ്റെ കൂക്കിളി കേൾക്കുമ്പോൾ ഒരുപാട് പൂച്ചകൾ ഒരുപാട് പൂച്ച, കാക്ക, നായ്ക്കൾ, കൊക്കുകൾ ഒക്കെ കൂക്കിളി കേൾക്കണമെന്ന് നോക്കി കാത്തിക്കാണ്. അപ്പോൾ എന്നെ പ്രതീക്ഷിച്ച് അങ്ങനെ ആൾ കാത്തിക്കുമ്പോൾ പഠിച്ചവൻ്റെ അതിലൊരു ഭയങ്കര സന്തോഷം തന്നെ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അതിൽ കൂടെ എനിക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ മനുഷ്യന്മാർക്ക് ഭക്ഷണമോ കാര്യമോ വേണമെങ്കിൽ ചോദിച്ച് വാങ്ങാനും മറ്റും പറ്റും. പക്ഷേ തെരുവിലുള്ള ഈ മൃഗങ്ങൾക്ക് ചോദിച്ച് വാങ്ങാനോ കൊടുക്കാനോ ആളില്ലാത്തൊരവസ്ഥയാണ്. വീട്ടിൽ പോറ്റുന്നതിന് വീട്ടുകാർ കൊടുക്കും, പക്ഷേ തെരുവിലുള്ളവർക്ക് ഒരു ഭക്ഷണം കിട്ടാറിന് അതിലും വലിയൊരു സന്തോഷം വേറെ ഉണ്ടാവില്ല. ഇങ്ങനെ ഈ മിണ്ടാപ്രാണിക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരുപാട് സപ്പോർട്ടാണ് എൻ്റെ മീനിൻ്റെ റൂട്ടിലെ കസ്റ്റമർ, അതുപോലെ എൻ്റെ നാട്ടുകാർ, അയൽവാസികൾ, എൻ്റെ വീട്ടുകാർ എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ എൻ്റെ വീട്ടിലെത്തിയാൽ വീട്ടിലൊരു ഡസനിലധികം പൂച്ച വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും. എല്ലാവർക്കും നല്ല സപ്പോർട്ടുള്ളൊരു സംഭവമാണ്. ഏറ്റവും നല്ലൊരു പുണ്യപ്രവൃത്തിയാണ്. നാട്ടുകാരോടുള്ള ആ ഒരു സപ്പോർട്ടും അതായത് വീട്ടുകാരുടെ സപ്പോർട്ടാണ് പഠിച്ചോൻ ഭാഗത്തുനിന്ന് ഏറ്റവും വലിയൊരു പുണ്യം കിട്ടുന്ന കാര്യമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ ഇങ്ങനെ പൂച്ചയൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ട് മീഡിയ 1 ചാനൽ ഇതിൻ്റെ ഇടയ്ക്ക് 1-2 വർഷം മുന്നേ വന്നിട്ട് ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് പോയിരുന്നു. പിന്നെ കാർത്തുമ്പി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ വന്നിരുന്നു. ഇപ്പം നിങ്ങൾ വന്ന് പേപ്പറിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ചാനലുകാർ ഇങ്ങനെ വന്നിട്ട് റൂട്ടിൽ നിന്ന് വീഡിയോ എടുത്ത് പോയിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു എന്താ പറയുക, ഒരു പ്രമോഷനും സന്തോഷമാണ്. ഒരു പ്രദേശത്തുള്ള ജീവികൾ മറ്റൊരു അതിർത്തി വരെ മാത്രമേ മുസ്തഫയുടെ കൂടെ യാത്ര തുടരുകയുള്ളൂ. പുതിയ അതിർത്തിയിൽ മറ്റൊരു കൂട്ടർ ഇയാളെ കാത്തുനിൽക്കും. നേരം വൈകുന്തോറും പലരും മുസ്തഫയെ തേടിയിറങ്ങാൻ തുടങ്ങും. ഇന്ന് മുസ്തഫയുടെ കൂടെയുള്ള യാത്രയിൽ ഏകദേശം 250 പൂച്ചകളെയും 60ഓളം പട്ടികളെയും നിരവധി പക്ഷികളെയും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ദിവസവും 300-ലധികം ജീവജാലങ്ങളുടെ വിശപ്പടക്കുന്ന മുസ്തഫ നല്ലൊരു കലാകാരൻ കൂടിയാണ്. കരളാണെന്റുപ്പ ഈ ജീവിത വഴിയരികിൽ. ഇത് നമ്മളെ ഗഫൂർ പൊക്കുന്ന് ഒരുപാട് സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ട്. വേഷം, ബാലേട്ടന്, അതുപോലെ അറിയപ്പെടുന്ന ഒരുപാട് സിനിമകൾ മുഖം കാണിച്ച ആളാണ്. ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഗഫൂർ ഖാൻ്റെ ഷോർട്ട് ഫിലിമിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ 2 ഷോർട്ട് ഫിലിമിലും എനിക്ക് അഭിനയിക്കാൻ അവസരം തന്നിട്ടുണ്ട്. ഒരുപാട് ഷോർട്ട് ഫിലിം ചെയ്ത ആളാണ്. മാർക്കറ്റിലൊരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. അതിൻ്റെ പുറത്ത് കലാപരമായിട്ടുള്ള ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. മുസ്തു എൻ്റെ അടുത്ത സുഹൃത്താണ്. എൻ്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല കലാകാരനാണ്, നല്ല മനസ്സിനുടമാണ്. മനുഷ്യസ്നേഹി മാത്രമല്ല, മൃഗങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തം മക്കളെ പോലെ, കൂടപ്പിറപ്പിനെ പോലെ മൃഗങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. നായ്ക്കും പൂച്ചക്കും ഇവിടുന്ന് വളരെ കഷ്ടപ്പെട്ടിട്ട് എല്ലായിടത്തുനിന്ന് പെറുക്കിയെടുത്തിട്ട് സ്വരൂപിച്ചിട്ട് പൂച്ചക്ക് മൂപ്പര് കൊണ്ടു കൊടുക്കുന്ന വ്യക്തിയാണ്. അയറ്റകൾ ഒരു നേരത്തെ മാത്രമല്ല, അയറ്റകൾ അന്നത്തെ വിശപ്പ് തീർക്കാനുള്ള സാധനം ഇവിടുന്ന് പെറുക്കി ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കുന്ന നല്ലൊരു മനുഷ്യസ്നേഹിയും നല്ല മൃഗസ്നേഹിയായിട്ടുള്ള ഒരു നല്ലൊരു കലാകാരനുമായിട്ടുള്ള മുസ്തു എൻ്റെ അടുത്ത സുഹൃത്തും എല്ലാം ആണ്. ഇത്രയും സാധനങ്ങളാണ് കളക്ട് ചെയ്ത് അങ്ങനെയല്ല നമ്മളെ പൂച്ച കൊടുക്കാൻ ഇത്രയും സാധനങ്ങളാണ് കിട്ടിയത്. ഇത് ഓരോന്ന് കൊടുത്തു കഴിഞ്ഞാലും ചെയ്യാത്തൊരവസ്ഥയിലാണ്. എന്തായാലും ഇത്രയും സാധനങ്ങൾ നമുക്ക് പൂച്ചകൾ കൊടുക്കാൻ കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. മാർക്കറ്റിൽ വിലക്കുതിപ്പ് കാരണം മത്സ്യത്തിന്റെ കടുത്ത ക്ഷാമം നേരിടുമ്പോഴും
മുസ്തഫ ഇതുവഴി ഇവർക്കുള്ള ഭക്ഷണവുമായി എത്തുന്നത് പതിവാണ്. ഈ സൽക്കർമ്മം കൊണ്ട് ദൈവം തന്നെ പല ആപത്തുകളിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ടെന്നാണ് മുസ്തഫ പറയുന്നത്. ഈ പ്രവൃത്തി മരണം വരെ തുടരണമെന്നാണ് ഇയാളുടെ ആഗ്രഹം.